നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാനൂർ നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ചു. കെ.പി. മോഹനൻ എം.എൽ.എ. ആണ് പ്രഖ്യാപനം നടത്തിയത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാനൂർ നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ചു. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. കെ.പി. മോഹനൻ എം.എൽ.എ. ആണ് പ്രഖ്യാപനം നടത്തിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം സംഘടിപ്പിക്കുക. എൻ്റെ വാർഡ് 100% മാലിന്യമുക്തമാണ്. അങ്ങനെ എല്ലാ വാർഡുകളും മാലിന്യമുക്തമായിട്ട് ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ 40 വാർഡുകളും മാലിന്യമുക്ത വാർഡുകളായിട്ട് മാറി. അതിൻ്റെ ഭാഗമായിട്ട് പാനൂർ മുനിസിപ്പാലിറ്റി മാലിന്യമുക്ത വാർഡുകളായിട്ട് മാറുകയാണ്. അപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്ന ഏറ്റവും വലിയ ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി എല്ലാ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനവും ജില്ലയും ഒക്കെ തന്നെ പലപ്പോഴായിട്ട് വല്ലാത്ത ഭീതിയിലായിരുന്നു. രോഗങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ വന്നു ചേർന്നുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നേരത്തെ കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. പാനൂർ നഗരസഭാ ചെയർമാൻ കെ.പി. ഹാഷിം അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ നടന്നു വരികയാണ്. തെളിനീരൊഴുകും നവകേരളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മാലിന്യമുക്ത നഗരസഭയായ പ്രഖ്യാപനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും ഘട്ടം ഘട്ടമായി നടന്നു വരികയാണ്. നമുക്കറിയാം, ഈ വരുന്ന 30-ാം തീയതി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനവും ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടക്കാൻ പോകുന്നു. ആ പ്രഖ്യാപനത്തിന് വേണ്ടിയൊക്കെ കാതോർത്തിരിക്കുകയാണ് നമ്മളൊക്കെ. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപന ഘോഷയാത്ര പാനൂർ നഗരസഭ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ചടങ്ങിൽ നഗരസഭ മുൻ ചെയർമാൻ വി നാസർ മാസ്റ്റർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മാസ്റ്റർ, നഗരസഭാ സെക്രട്ടറി മനോജ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി, നഗരസഭാ അംഗങ്ങളായ സ്വാമിദാസൻ, N.A. കരീം, CDS ചെയർപേഴ്സൺ ശോഭന, ഹരിത കേരള മിഷൻ RP ലതാ കാണി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, വ്യാപാരികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, നഗരസഭാ ജീവനക്കാർ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ മത്സരങ്ങൾ പങ്കെടുത്ത വിജയികളെ അനുമോദിച്ചു. സമഗ്ര ന്യൂസ്, പാനൂർ.